അങ്ങനെ കാർ മോഡിഫിക്കേഷൻ കുരുക്ക് എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തിയ അമ്പും വെല്ലും അങ്ങനെ പവനായി ശബമായി എന്നതുപോലെയാണ്. ഇത് കേന്ദ്ര സർക്കാർ നിയമമാണ് ഗൈസ്. ആ നിയമത്തിനനുസരിച്ച് മാത്രമേ കാറുകളിലൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇതുപോലെ ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി എന്നറിയാവും? വണ്ടി തൂക്കിക്കൊണ്ടങ്ങ് പോവും. ഇതുപോലെ ചെയ്താലോ ഫുള്ള് വലിച്ചു കയറിക്കളയും സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ. പിന്നെ പലതരത്തിലുള്ള മോഡൽസും വെറൈറ്റി ബമ്പേഴ്സും അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യണമെന്ന് പലരുടെയും മോഹങ്ങൾ കാണും. പക്ഷെ അതൊന്നും നിയമപ്രകാരം നടക്കാത്ത കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ മന്ത്രിയല്ലേ ഒന്ന് തള്ളി തന്നാണെന്നേ. ഇലക്ഷന് മുമ്പായിട്ട് പലരും പല രീതിക്ക് ഒന്ന് തള്ളുമ്പോൾ ആർക്കും ബുദ്ധിമുട്ടും പ്രശ്നവും ഇല്ലാത്ത രീതിക്ക് എന്തായാലും മോഡിഫിക്കേഷൻ ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. ടയറിൽ ലൈറ്റ് ഫിറ്റ് ചെയ്യുക, അതിങ്ങനെ കറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാം, നല്ല കളറായിരിക്കും. വണ്ടിയുടെ സൈഡ് മുഴുവൻ ലൈറ്റ് ഫിറ്റ് ചെയ്യാം, അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ കുട്ടിക്കാലത്ത് ഷൂ ഒക്കെ വാങ്ങത്തില്ലേ, അതിട്ടിട്ട് ഇങ്ങനെ ഓടുമ്പോൾ ചിക്ക് 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 സൗണ്ട് കേൾക്കുമ്പോൾ അവിടെയൊക്കെ ലൈറ്റ് ഇങ്ങനെ എരിഞ്ഞ് കാണത്തില്ലയോ എന്നതുപോലെയാണ് നമ്മുടെ വാഹനങ്ങളിലൊക്കെ ലൈറ്റൊക്കെ ഇടുമ്പോൾ നിങ്ങളിങ്ങനെ റോഡിൽ കൂടിയൊക്കെ പോകുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗി സ്റ്റൈൽ കാണും. ഇതാണ് പറഞ്ഞത്. ആർക്കും വലിയ ബുദ്ധിമുട്ടും പ്രശ്നമൊന്നും ഇല്ലാത്ത, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു മോഡിഫിക്കേഷൻ, അതും കാർ മോഡിഫിക്കേഷൻ ചെയ്തരാന്ന് പറഞ്ഞ ഗായ്സ്. എന്താണ് ഗായ്സ് ഇതല്ലേ പൊളി വൈബ്, തൂക്കി മന്ത്രി. അപ്പൊ ഒന്ന് കണ്ടു നോക്ക്. വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വാക്കുപാലിക്കാൻ സുപ്രീം കോടതി വിധി തടസ്സമാകും. വാഹനങ്ങളിലെ അൾട്രേഷൻ പൂർണ്ണമായും തടഞ്ഞുള്ളതാണ് 2019 സുപ്രീം കോടതി വിധി. ഇതുപ്രകാരം വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ രേഖപ്പെടുത്തിയതിൽ രൂപമാറ്റം വരുത്താനാകില്ല. മോട്ടോർ വെഹിക്കിൾ ആക്ടിലും മോഡിഫിക്കേഷൻ അനുവദിക്കുന്നില്ല. എഞ്ചിനും അനുബന്ധ ഉപകരണങ്ങളും മാത്രം മാറ്റാനാണ് അനുമതിയുള്ളത്.